നമസ്കാരം. ഞാൻ കായംകുളം ബാബു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ MG രാധാകൃഷ്ണൻ സാർ തന്നെ സംഗീതം നൽകി അദ്ദേഹം ആലപിച്ച ഒരു ലളിതഗാനം, ഒരു ഭക്തിഗാനം. ഈ ഭക്തിഗാനം എന്ന് പറയുമ്പോൾ ഏവർക്കും സുപരിചിതമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കുറിച്ചാണ് ഈ ഗാനം. പക്ഷേ ഈ ഗാനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ഗാനം രചിച്ചിരിക്കുന്നത് പലർക്കും അറിയില്ല ആരാണെന്ന്. എന്നാൽ അറിയാവുന്ന ഒട്ടനവധി പേരുണ്ട്. പൂവച്ചൽ ഖാദറാണ് ഈ ഗാനം രചന നിർവഹിച്ചിരിക്കുന്നത്. ഗാനത്തിൻ്റെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത, ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ ചേരിതിരിഞ്ഞ് പരസ്പരം നമ്മൾ തമ്മിൽ തല്ലുമ്പോൾ ആർക്കാണ് ആ ഒരു ചിന്താഗതി അല്ലെ ഈശ്വരവിശ്വാസത്തിൻ്റെ മഹത്വം എത്രത്തോളം ആരിലേക്ക് ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും വെളിവാക്കുന്ന ഒരു ഗാനമാണ് ഇത്. പൂന്താനം പണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു, നാണം കെട്ടു നടക്കുന്നു ചിലർ, മതമാത്സര്യം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നു ചിലർ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടുന്ന് പൂന്താനം എന്ന മഹാനുഭാവൻ എഴുതി വച്ചിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളെ ആപ്തവാക്യത്തോടുകൂടി വെളിവാക്കുന്ന ഒരു ഗാനമാണിത്. ഞാനിത് ഒന്നാലപിക്കുകയാണ്. രാമായണ കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ, എൻ്റെ രാഘവിലോലനെ കണ്ടോ. രാമായണ കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ, എൻ്റെ രാഘവിലോലനെ കണ്ടോ. ആരണ്യകാണ്ഡത്തിലൂടെ എൻ്റെ ആരാധ്യദേവൻ തിരഞ്ഞു, ആരണ്യകാണ്ഡത്തിലൂടെ എൻ്റെ ആരാധ്യദേവൻ തിരഞ്ഞു. നീറുന്ന ചിന്തകളോടെ എൻ്റെ ശ്രീരാമദേവൻ കരഞ്ഞു. നീറുന്ന ചിന്തകളോടെ എൻ്റെ ശ്രീരാമദേവൻ കരഞ്ഞു. രാമായണ കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടു, എൻ്റെ രാഘവിലോലനെ കണ്ടു. ശിംശിപാവൃക്ഷച്ചുവട്ടിൽ ഒരു ദുഃഖവുമായി ഞാനിരിപ്പൂ, ശിംശിപാവൃക്ഷച്ചുവട്ടിൽ ഒരു ദുഃഖവുമായി ഞാനിരിപ്പൂ. ഗാനാമൃതം പകർന്നേകൂ, എൻ്റെ ഗാനത്തിലെന്നെയുറക്കൂ. ഗാനാമൃതം പകർന്നേകൂ, എൻ്റെ ഗാനത്തിലെന്നെയുറക്കൂ. രാമായണ കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ, എൻ്റെ രാഘവിലോലനെ കണ്ടോ. രാമായണ കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ, എൻ്റെ രാഘവിലോലനെ കണ്ടു.